ഈ വന്ന കാലത്ത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും വളരെ സിമ്പിൾ ആണ്. കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇഷ്ടംമാതിരി പ്രോഡക്റ്റ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആയാലും അതിന്റെ ആംപ്ലിഫയർ എല്ലാം അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ അടിപൊളി ഒരു സ്പീക്കർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ DIY പ്രോജക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ഏറ്റവും വലിയ അഡ്വാൻസ് എന്താ അറിയോ? നമുക്ക് ഇതിനകത്ത് എന്ത് കമ്പോണൻസ് പോയാലും നമുക്ക് മാറ്റിയിടാൻ പറ്റും. പിന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഓരോ സ്പെസിഫിക്കേഷൻസ് കൂട്ടിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് സിമ്പിൾ ആയിട്ടും പവർഫുൾ ആയിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അതിനു മുമ്പ് എന്നെപ്പോലെ ഇതുകൊണ്ട് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സൈറ്റാണ് JLC CNC. ഈ JLC CNC എന്ന് പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് CNC മെഷീൻ കട്ടിംഗ് സർവീസ്, അത് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ CNC മെഷീൻ കട്ടിംഗ് സർവീസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ കട്ട് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ PCB ബോർഡ് ബിൽഡ് ചെയ്യാനും ഇതിനകത്തൂടെ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് വേണ്ട കമ്പോണൻസ് എന്താണെന്ന് വരെ നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ 3D മോഡൽസ്, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് 3D മോഡൽസ് ഈ ഒരു സൈറ്റിൽ കൂടെ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇവരുടെ മെയിൻ അഡ്വാൻസ് എന്ന് വെച്ചാൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് ആയാലും അതൊരു പ്രോട്ടോടൈപ്പ് ആയാലും നമുക്ക് ഇവരിലൂടെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവരുടെ മറ്റൊരു അഡ്വാൻസ് നമുക്ക് ഇതിനകത്ത് $1 മുതൽ പ്രൊഡക്റ്റ് മേടിക്കാനും അത് 3 ദിവസത്തിൽ ഡെലിവറി ആവുകയും ചെയ്യുന്നതാണ്. പിന്നെ JLC CNC എന്ന് പറഞ്ഞ കമ്പനി 150 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂർ വരെ കസ്റ്റമർ സർവീസ് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാർട്സ് ഒക്കെ നിർമ്മിക്കുകയാണെങ്കിൽ JLC CNC ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം. ഞാൻ ഇതിന്റെ ബോഡി പാർട്സ് നിർമ്മിക്കാനായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള ഫ്ലൈവുഡിന്റെ പീസാണ് എടുത്തിരിക്കുന്നത്. 18 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുള്ള 2 പീസുകളും, അതുകൊണ്ട് തന്നെ 18 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുള്ള 2 പീസുകൾ, അതുകൊണ്ട് 7x7 2 പീസുകളും ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു പീസാണ് ഞാൻ ഫ്രണ്ട് പാനലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് 2 സ്പീക്കറും 2 ട്യൂട്ടറാണ് വെക്കുന്നത്. അതിന്റെ അളവ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്പീക്കർ വെക്കാനുള്ള ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊരു ഹോൾട്ട് കൊടുക്കേണ്ടത്, എന്നാൽ മാത്രം നമ്മൾ ജിക്സോ മെഷീന്റെ ബ്ലേഡ് ഇതിനകത്ത് കയറത്തുള്ളൂ. ഇനി ജിക്സോ മെഷീൻ വെച്ച് നമുക്ക് ഇതിന്റെ ഉള്ളിലെ അളവ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഹോൾസോ ഉപയോഗിച്ച് നമുക്ക് ട്യൂട്ടർ വെക്കാനുള്ള പോർഷനോടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്പീക്കറും 2 ട്യൂട്ടറും വെക്കാനുള്ള പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്രണ്ട് പാനലൊപ്പം നമുക്ക് ബാക്കിയുള്ള പ്ലൈവുഡ് പീസുകൾ അടിച്ച് ഇതിനൊരു സ്പീക്കർ ബോക്സ് ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. ഇതിന്റെ മുകളിലത്തെ പീസ് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് സ്പീക്കറും മറ്റു കാര്യങ്ങളിനകത്ത് വെച്ചിട്ട് നമുക്കിത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ബ്ലൂടൂത്ത് സ്പീക്കറിന് ആവശ്യമായ ബാറ്ററി പാക്ക് നിർമ്മിച്ചെടുക്കാം. അതിനായിട്ട് 12 വോൾട്ട് 40 ആംപിയറിന്റെ ഒരു BMS ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ബാറ്ററി പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് 3.7 വോൾട്ടിന്റെ 6 ലിഥിയം ബാറ്ററിയാണ്. ബാറ്ററി സെല്ല് യൂസ് ചെയ്യുമ്പോൾ ഡെഡ് സെൽസ് ഇല്ലാന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി ഇതിനകത്ത് 2 ജോഡി ബാറ്ററി സെല്ലുകൾ ഒട്ടിച്ചെടുത്ത് നമുക്ക് 3 ജോഡി ബാറ്ററി പാക്കുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ബാറ്ററി സെല്ലുകളുടെ ടെർമിനൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ നമുക്ക് ഈ 3 ബാറ്ററികൾ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ബാറ്ററി പാക്കിന്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു BMS ബോർഡ് ഒട്ടിച്ചെടുക്കാം. BMS ബോർഡ് ഒട്ടിക്കുമ്പോൾ ബാറ്ററി ടെർമിനലിന്റെ നെഗറ്റീവ് ഭാഗം വരുന്നിടത്ത് BMS ബോർഡിന്റെ 0 വോൾട്ട് എന്ന ഭാഗം വരുന്ന രീതിയിൽ ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിനകത്ത് 3 ബാറ്ററി ഉപയോഗിച്ചാലേ മതി, പക്ഷേ 6 ബാറ്ററി ഉപയോഗിക്കും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി ഇതിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് 2 ബാറ്ററിയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വയർ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഈ കണക്ഷൻ BMS ബോർഡിലെ 0 വോൾട്ട് എന്ന സെക്ഷനിലോട്ട് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ബാറ്ററിയുടെ പോസിറ്റീവ് ലെഗിൽ നിന്ന് നമുക്ക് ഒരു വയർ സോൾവ് ചെയ്തെടുക്കാം. ഈ കണക്ഷൻ നമുക്ക് BMS ബോർഡിലെ 4.2 വോൾട്ട് എന്ന സെക്ഷനിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്ത ബാറ്ററിയും അതിനോട് ചേർന്ന് വരുന്ന ബാറ്ററിയുടെ നെഗറ്റീവ് ലൈൻ തമ്മിൽ നമുക്ക് ഒരുമിച്ച് കണക്ഷൻ കൊടുക്കാം. BMS ബോർഡിലോട്ട് ഒരു സീരീസ് രീതിയിലാണ് കണക്ഷൻ എല്ലാം പോകുന്നത്. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് വയർ സോൾവ് ചെയ്തെടുത്ത ബാറ്ററിയുടെ പോസിറ്റീവ് ലെഗിൽ നമുക്ക് ഒരു വയർ സോൾവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കണക്ഷൻ BMS ബോർഡിന്റെ 8.4 വോൾട്ടിന്റെ സെക്ഷനിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്ത ബാറ്ററിയുടെ പോസിറ്റീവ് ലെഗിൽ നിന്നും തൊട്ടടുത്ത് വരുന്ന ബാറ്ററി പാക്കിന്റെ നെഗറ്റീവ് കണക്ഷനോട്ട് നമുക്ക് ബാറ്ററി 2 കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാറ്ററി പാക്കിന്റെ ഏറ്റവും അവസാനം വരുന്ന പോസിറ്റീവ് ലൈനിൽ നിന്ന് നമുക്ക് BMS ബോർഡിന്റെ 12.6 വോൾട്ടിലേക്ക് നമുക്ക് ഇതിന്റെ കണക്ഷൻ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ BMS ബോർഡിലേക്കുള്ള ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ലൈൻ വരുന്ന വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 11.5 വോൾട്ടേജ് നമുക്ക് BMS ബോർഡിന്റെ ഔട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി എല്ലാം ഫുള്ളി ചാർജ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു 11.5 വോൾട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ 12 വോൾട്ടിന് മുകളിൽ കിട്ടേണ്ടതാണ്. ഈ ടൈപ്പ് BMS ബോർഡിൽ ചാർജ് ചെയ്യുന്നതും അതുകൊണ്ട് ചാർജ് ഔട്ട് എടുക്കുന്നതും ഈ ഒറ്റ ലൈനിൽ കൂടെ തന്നെയാണ്. സ്പീക്കർ വെക്കുന്ന ഫ്രണ്ട് പാനലിൽ ഞാൻ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആംപ്ലിഫയറിന്റെ ബോർഡ് സെറ്റ് ചെയ്യുന്നത്. സ്പീക്കർ ബോക്സ് മൊത്തത്തിൽ ഞാൻ ഒന്ന് സാൻഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ബോർഡ്. AP55 എന്ന മോഡൽ നെയിം. ഇതിനകത്ത് 50 വാട്ട്സിന്റെ 2 സ്പീക്കറാണ് സപ്പോർട്ട് ആവുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന ആംപ്ലിഫയർ ബോർഡാണിത്. ഇത് മേടിക്കാൻ താല്പര്യമുള്ള ആളുകളോട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അറേഞ്ച് കനമുള്ള വുഡ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പാനൽ ഊരി എടുത്താൽ മാത്രമേ ഈ ആംപ്ലിഫയർ ബോർഡ് അതിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കൂ. 2 ആക്കി സ്പ്ലിറ്റ് ചെയ്ത ആംപ്ലിഫയർ ബോർഡ് നമുക്ക് ഫ്ലൈവുഡ് വെച്ചിട്ട് 1 ആക്കി വീണ്ടും സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഫ്രണ്ട് പാനലിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ 15 വാട്ട്സിന്റെ 2 സ്പീക്കറാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ബോക്സിലോട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 8 വാട്ട്സിന്റെ ട്യൂട്ടർ ഞാൻ അതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബോക്സിലോട്ട് സെറ്റ് ചെയ്യാം. സ്പീക്കറും ട്യൂട്ടറിൽ നമ്മൾ ഇതിനകത്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ വയറെല്ലാം സോൾവ് ചെയ്ത് നമുക്ക് ബാക്കി കണക്ഷൻ എല്ലാം കൊടുക്കാൻ എളുപ്പമായിരിക്കും. വയറെല്ലാം കണക്ട് ശേഷം നമുക്ക് സ്പീക്കർ സ്ക്രൂവിന്റെ സഹായത്തോടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ലിപ്പായി പോയി നമ്മുടെ സ്പീക്കറിന്റെ പേപ്പറിനൊക്കെ ഡാമേജ് വരും. സ്പീക്കറെല്ലാം ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിന്റെ പുറകിൽ സ്വിച്ചും സോക്കറ്റും വെക്കണം. അതിനായിട്ട് നമുക്ക് ഇതിന്റെ പുറകിൽ ഹോൾട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സ്വിച്ചും സോക്കറ്റും. ഈ സോക്കറ്റ് വഴിയാണ് നമ്മൾ ഇതിനകത്തിരിക്കുന്ന BMS ബോർഡ് ചാർജ് ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലെ ട്യൂട്ടറിന്റെയും സ്പീക്കറിന്റെയും പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ ഞാൻ ഇതുകൊണ്ട് ഒരുമിച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു പിന്നോട് ജോയിൻ ചെയ്തെടുക്കാം. വയറുകൾ തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാൻ നമുക്ക് ഇൻസുലേഷനോ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ അപ്പർ സൈഡിലെ സ്പീക്കറിന്റെ വയറോടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലത്തെ പിന്നെ നമുക്ക് ആംപ്ലിഫയർ മേടിക്കുമ്പോൾ അതിനോട് കിട്ടുന്നുണ്ട്. ഇനി വരുന്ന മൂന്നാമത്തെ പിന്നിൽ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയറോടെ കണക്ട് ചെയ്യാം. ഈ വയറും മറ്റെങ്കിലും ഷോർട്ട് ആവാതിരിക്കാൻ ഇൻസുലേഷൻ ഇട്ട് കൊടുക്കാം. ഇനി ഫീമെയിൽ സോക്കറ്റിൽ എടുത്ത കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ BMS ബോർഡിന്റെ ചാർജിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷനിലോട്ട് കൊടുക്കാം. കൂടാതെ സ്വിച്ചിൽ നിന്ന് എടുത്ത പിന്നിന്റെ നെഗറ്റീവ് നമുക്ക് BMS ബോർഡിന്റെ നെഗറ്റീവ് ലെഗുമായിട്ടും കണക്ട് ചെയ്യാം. സ്വിച്ചിന്റെ മറ്റേ ലെഗിൽ
നിന്ന് വരുന്ന പോസിറ്റീവിലേക്ക് നമുക്ക് BMS ബോർഡിന്റെ പോസിറ്റീവിലേക്കുമായിട്ട് കണക്ട്. ഇനി ഗ്ലൂ ഗണ്ണിന്റെ സഹായത്തോടെ നമുക്ക് BMS ബോർഡ് ഈ ഒരു ക്യാബിനകത്ത് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഓരോരോ പിന്നുകളായിട്ട് നമുക്ക് ആംപ്ലിഫയർ ബോർഡ് കൊടുക്കാം. ഈ ആംപ്ലിഫയർ ബോർഡ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊക്കെ പിന്നെ എവിടെ വരേണ്ടതെന്ന്. എന്നിട്ട് ഈ ഒരു ബോക്സ് എയർ ടൈറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഇതിന്റെ സൈഡിൽ സിലിക്കണോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഇതുകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകൾ വശത്ത് നമ്മൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗം കൃത്യമായിട്ട് തന്നെ അടച്ചെടുക്കാം. അതിനുശേഷം ഇത് നല്ലതായിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ക്യാബിന് നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാം. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് സ്പീക്കർ പെയിന്റ് ആണ്. ഇതാകുമ്പോൾ നല്ല ടെക്സ്ചർ കിട്ടും. ഇതൊരു വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ്. പെയിന്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്യാം. വുഡിന്റെ മണ്ടേ ഡയറക്റ്റ് അടിക്കുന്നതിന് മുമ്പ് വുഡ് പ്രൈമർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സ്പീക്കർ പെയിന്റ് അടിക്കുമ്പോൾ ബ്രഷ് യൂസ് ചെയ്യാതെ ഇതുകൊണ്ട് ഒരു റോളർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടെക്സ്ചർ കിട്ടും. എന്തായാലും ഈ പെയിന്റ് ഉണങ്ങുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത പെയിന്റ് ഒക്കെ ഉണങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു പ്രീമിയം ലുക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലൈവുഡ് വെച്ചിലാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഗ്യാപ്പ് ഒക്കെ നമ്മൾ കുട്ടിയിട്ട് അടയ്ക്കേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഫിനിഷ് തോന്നിയാണ്. കണ്ടില്ല, തടി കട്ട് ചെയ്ത പാടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഗ്യാപ്പും കാണിക്കുന്നുണ്ട്. അകത്തോടെ നമ്മൾ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരെ പുറത്തോട്ട് ചാടുന്നുള്ള പേടി വേണ്ട. എന്നിരുന്നാലും അതുപോലെ ചെയ്തായിരുന്നെങ്കിൽ ഒന്നുകൂടെ വൃത്തിയായി. എന്തായാലും നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇതിന്റെ ബാക്കിലാണല്ലോ സ്വിച്ച് കൊടുത്തേക്കുന്നത്, ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഇതിൽ ഓൺ ചെയ്യാം. ഇവിടെ ചാർജ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓൺ ചെയ്യുന്നു. Bluetooth mode connected. ഓൾറെഡി എന്റെ ഫോണുമായിട്ട് പേരായിരുന്നു അതാ കണക്ട് ആയിരിക്കുന്നത് കേട്ടോ. ഈ ഫോണുമായിട്ട് ഞാൻ പേര് വെച്ചേക്കുമായിരുന്നു. നമുക്ക് ഇതിനകത്തൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് പ്ലേ ചെയ്യാം. ആംപ്ലിഫയർ നമുക്ക് റിമോട്ട് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇതിന്റെ ഓൺ ഓഫ് പവർ ബട്ടൺ, അതുകൊണ്ട് നെക്സ്റ്റ് അടിക്കുള്ള ഓപ്ഷൻ, വോളിയം കൂട്ടിയും കുറയ്ക്കൽ എല്ലാ ഓപ്ഷനകത്ത് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇതിന്റെ ഇക്വലൈസർ ഒന്ന് മാറ്റി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. ഇതിന്റെ ഫുൾ വോളിയം വെക്കുന്ന സമയത്ത് സ്പീക്കർ ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. അതായത് സ്പീക്കർ കറക്റ്റ് വാട്ട്സ് അല്ലേ ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സ് പിന്നെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇതിന്റെ മുഖത്തിരിക്കുന്ന ആംപ്ലിഫയറെല്ലാം മാറ്റി നമുക്ക് വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതിലോട്ട് ഞാൻ അത് പിന്നെ ചെയ്യുന്നതായിരിക്കും. ഈ ഫ്രണ്ട് പാനൽ മാത്രം മാറ്റിയാൽ മതിയായിരിക്കും. എന്തായാലും കൊള്ളാം, നൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് കുറഞ്ഞൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ സ്ഥിരം യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ലോക്കലിനെക്കാട്ടി നല്ല ഇതാണ്. ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നതാണ്. അത്യാവശ്യം വലിയ പണി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു DIY പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഐഡിയ മതി. ബാക്കി അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഉണ്ടായാലും നമുക്ക് നോക്കാൻ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. പിന്നെ നമുക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ ഈ പഴയ വീട്ടിലെ റേഡിയോ അതുപോലെ തന്നെ TV ഒക്കെ പൊളിക്കാനൊക്കെ കൊടുക്കത്തില്ലേ, അല്ലെ രാത്രിക്ക് കൊടുക്കത്തില്ല, അതിനകത്ത് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സ്പീക്കർ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കർ കാര്യങ്ങളൊക്കെ അത് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പറഞ്ഞാൽ DIY അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ ആയിരുന്നായിരിക്കും. പിന്നെ AP55 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു DIY പ്ലെയർ ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.